ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് തങ്കമണി. ഞാൻ കൊല്ലം ജില്ലയിൽ തേവലക്കര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2023 ജനുവരിയിൽ എൻ്റെ ചേച്ചിയുടെ കൂടെ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ടാണ് വരുന്നത്. ഉടമ്പടി എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാനൊരു മർത്തോമ സഭയിൽ വളർന്നവളാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ എല്ലാം കൃപാസനത്തിൽ എല്ലാം മാതാവമ്മച്ചിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് കൃപകൾ കിട്ടുന്നു എന്ന് എല്ലാം ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ചേച്ചിയുടെ കൂടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്ന ഞാൻ നേരെ ടോക്കൺ എടുക്കാനായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ടോക്കൺ എടുത്ത് ഉടമ്പടി അങ്ങ് എടുത്തു മേളിൽ ചെന്നു. അതിൻ്റെ പത്രിക എൻ്റെ കയ്യിൽ തന്നപ്പോൾ കുറേ നാളുകളായി 2018 ഞാൻ MGD സ്കൂളിൽ കയറിയതാണ്. പെർമനൻ്റ് അല്ലായിരുന്നു. അങ്ങനെ താൽക്കാലികമായി കയറിയതാണെങ്കിലും എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ സ്ഥിരമാവണമെന്നുള്ളൊരു ഓഫീസ് സ്റ്റാഫായിട്ട്. അങ്ങനെ ഞാനിവിടെ വന്നു. ആ പത്രിക എൻ്റെ കൈ കിട്ടിയ ഞാനൊന്നും ഫോം ഫില്ലൊന്നും ചെയ്തില്ല. എങ്കിലും ആ പത്രികയും കൊണ്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് സ്കൂളിൽ നിന്നും എനിക്കൊരു ഫോൺ കോൾ വന്നു, തങ്കമണി ഞാൻ ജൂൺ മാസം തൊട്ട് ഇനി ഇവിടെ സ്ഥിരമായെന്ന്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് മാതാവ് എന്നെ ഏറ്റെടുത്തു എന്ന് എനിക്ക് മനസ്സിലായി. ഉടമ്പടി എടുക്കുന്നതിന് മുട്ട് തന്നെ മാതാവിൻ്റെ ഒരു അള്ളപ്പാടുണ്ടായതുപോലാണ് എനിക്ക് ഫോൺ കോൾ വന്നത്. അതിനെ ചേച്ചി പറഞ്ഞു, നിന്നെ ഏറ്റെടുത്തു മാതാവ്, നിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാതാവ് നടത്തി തരും. അങ്ങനെ ഞാൻ ആ ഉടമ്പടി എടുത്ത് 6 വിഷയങ്ങൾ വെച്ച് ഞാൻ വീട്ടിൽ പോയി. വെളുപ്പിലെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അതുവരെ ഇല്ലാത്ത ഒരു സമാധാനവും സന്തോഷവും എൻ്റെ ഹൃദയത്തിലുണ്ടാവും. എൻ്റെ വേദനകളെല്ലാം ഞാൻ മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ഉരുകി തീരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുവരെ ഇല്ലാത്ത ഒരു സന്തോഷവും സമാധാനവും എൻ്റെ ഭവനത്തും എനിക്കുണ്ടായി. ആദ്യത്തെ അനുഭവം എനിക്ക് ജോലി സ്ഥിരമായി. രണ്ടാമത് ഞാനൊരു വീടിന് വേണ്ടി ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ വീടിന് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. മേൽക്കൂര നല്ല മേൽക്കൂരയല്ലായിരുന്നു. മഴ പെയ്യുമ്പോഴൊക്കെ പേടിയായിരുന്നു. വെള്ളം ഇടിയൊക്കെ വെട്ടുമ്പം പേടി. ഒരു ബാത്റൂമോ ഒരു വാഷ് ബേസോ ഒന്നുമില്ല. അച്ഛനൊക്കെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴൊക്കെ കൈ കഴുകാൻ വേണ്ടി അടുക്കളയിൽ കയറി ആ വാഷ് ബേസ് ഇങ്ങനകത്ത് കൈ കഴുകുമ്പോൾ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും, എനിക്കൊരു ഭവനം, ഒരു വാഷ് ബേസും ഒരു ബാത്റൂമും ഉള്ളൊരു ഭവനം നീ എനിക്ക് തന്നേ പറ്റത്തുള്ളൂ എന്ന് മാതാവിൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചു. ജനുവരിയിൽ ഇവിടെ ഉടമ്പടി എടുത്തെങ്കിലും മെയ് മാസമായപ്പോഴത്തേക്കിന് ഒരു ദിവസം ഭയങ്കര ഇടിയും മിന്നലും ഉണ്ടായ സമയത്ത് മൊത്തം ഷോക്കടിച്ച് ഭിത്തിയിലൊന്നും തൊടാൻ വയ്യാത്തൊരവസ്ഥയിലുണ്ടായി. ഞങ്ങളങ്ങ് പേടിച്ച് റൂമിൻ്റെ പുറത്തിറങ്ങി ഞങ്ങളെല്ലാവരും നിൽക്കുക. അങ്ങനെ എൻ്റെ ഒരു ചേച്ചിയുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഒരു കോൺട്രാക്ടർ വീട്ടിൽ വന്നു. ദൈവദൂതനെ പോലെ എൻ്റെ മാതാവ് കൊണ്ടുവന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പറഞ്ഞു, പേടിക്കേണ്ട സഹോദരി, ഞാൻ പൈസ ഇല്ലെങ്കിലും ഞങ്ങൾ കടപ്പെടുത്തിയാലും ഒരു വീട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മെയ് മാസം 10-ാം തീയതി എനിക്ക് വീടിന് കല്ലിട്ടു. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ കൈ പൈസ ഒന്നുമില്ല. മോളെ കെട്ടിച്ചെങ്കിലും അതിൻ്റെ ബാധ്യതകളൊന്നും തീരാത്തത് കൊണ്ട് വീടിനെ പറ്റിയുള്ളൊരു ചിന്തയില്ലായിരുന്നു. എങ്കിലും മാതാവിൻ്റെ ഒരു ശക്തി എന്നിൽ വന്നു. ആ കോൺട്രാക്ടർ പറഞ്ഞ് വീട് പണി തുടങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ മെയ് മാസം 10-ാം തീയതി ഞാൻ വീട് പണി തുടങ്ങി. ഒരു KSFBയുടെ ചിട്ടി ഉണ്ടായിരുന്നു. അത് പിടിക്കാൻ ചെന്നപ്പം 10 ലക്ഷത്തിൻ്റെ ഒരു ചിട്ടിയായിരുന്നു. പക്ഷേ ആദ്യമേ ചെന്നപ്പോഴൊന്നും 4.5 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെ ആയിരുന്നു കിട്ടുന്നത്. അതുകൊണ്ട് ഞാനത് പിടിക്കാൻ പോയില്ല. അപ്പോഴും ഞാൻ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, എങ്ങനെ വീട് പണി മുമ്പോട്ട് കൊണ്ടുപോകും എനിക്കറിയത്തില്ല, എൻ്റെ കയ്യിൽ പൈസയില്ല എന്നല്ല അവർ പറയുന്നു. വിഷമിക്കണ്ട അമ്മ, വിഷമിക്കണ്ട, വീട് പണി നമുക്ക് പൂർത്തീകരിക്കാം, വിഷമിക്കണ എന്തിനാന്ന് പറഞ്ഞു. അങ്ങനെ 2-ാമത്തെ മാസം ഞാൻ പിന്നെയും അമ്മയുടെ ഇവിടുന്ന് തന്നെ വെഞ്ചരിച്ച് കാശ് രൂപ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഞാൻ KSFB ഓഫീസിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 6.5 ലക്ഷം രൂപയ്ക്ക് എനിക്ക് ആ ചിട്ടി എനിക്ക് കിട്ടി. 1 മാസത്തിനകത്ത് വെച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി 6 ലക്ഷം രൂപ എൻ്റെ കൈ കിട്ടി. ഞാനത് കൊടുത്ത് പിന്നീടുള്ള അനുഭവങ്ങളൊന്നും എനിക്കറിയത്തില്ല. എങ്ങനെ ആ വീട് പണി പൂർത്തീകരിച്ചെന്നും ഒന്നും എനിക്കറിയത്തില്ല. 11 മാസം കൊണ്ട് ഞാൻ ഒരു ബാത്റൂമും ഒരു വാഷ് ബേസും ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിട്ടുള്ളൂ. 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്റൂമും 3 ബെഡ്റൂമും എല്ലാം ഒത്ത ഒരു വീട്, മനോഹരമായ 2 നില കെട്ടിടം എനിക്ക് പണിതുണ്ടായി. 2024 ഏപ്രിൽ 25-ാം തീയതി അതിൻ്റെ കൂദാശ നടന്നു. അങ്ങനെ മാതാവ് എനിക്ക് 2 അനുഗ്രഹങ്ങൾ തന്നു. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്.
ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് 2018 കിലോമീറ്റർ വൺ സൈഡ് 36 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ടൂ വീലറിനകത്ത് യാത്ര ചെയ്യുമ്പോൾ പല കഷ്ടതകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, നടുവിന് വേദനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടാണ് ഞാൻ സ്കൂളിൽ വരെ എത്തുന്നത്. എങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നെന്ന് പോലും ഞാൻ അറിയത്തില്ല. ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ എൻ്റെ മാതാവ് എന്നെ ഇതുവരെ നടത്തി. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രങ്ങൾ ഞാൻ ഓരോ വീടുകളിൽ കൊണ്ടുപോയി ഞാൻ കൊടുക്കുന്നപ്പോൾ അതുകൊണ്ടായിരുന്നു. അവരോട് വിശ്വസിച്ച് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് എനിക്ക് മാതാവ് വെച്ച് നേടിത്തന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞ് അവരങ്ങനെ വിശ്വസിച്ച് കുറേ പേര് അവിടെ നിന്ന് ഇത് ഉടമ്പടി എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗികൾക്ക് സുഖമില്ലാത്തവരുടെ അടുത്ത് ഞാൻ പോവും. നേർച്ച വസ്തുക്കളായ ഉപ്പ്, തേന് ഒക്കെ കൊണ്ടുവന്ന് ഞാൻ അവർക്ക് കൊടുക്കും, പ്രാർത്ഥിക്കും. രോഗികളായിട്ട് കിടന്ന് പൈസ കയ്യിലില്ലാത്തവർക്കൊക്കെ ഞാൻ എന്നാ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യുകയുണ്ടായി. ഇതുവരെ എന്നെ എത്തിച്ച മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി അറിയിക്കുന്നു. പ്രഭാഷകൻ 51:11 അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും, അങ്ങയ്ക്ക് ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിക്കും, എൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു. തങ്കമണി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ലഭിച്ച നിരന്തരമായ സംരക്ഷണം, അനുഗ്രഹം, സ്വപ്നത്തിൽ പോലും ഒരു ഭവനം നിർമ്മിച്ചെടുക്കുവാൻ എങ്ങനെ സാധിക്കുമെന്ന് കരുതിയത് അമ്മ മാതാവ് വഴികളൊരുക്കിക്കൊടുത്ത് വളരെ ബലവത്തായ മനോഹരമായൊരു ഭവനം സമയച്ചുരുക്കത്തിൽ പൂർത്തീകരിച്ചെടുക്കുവാൻ സഹായിച്ചത്, ഈ നിയോഗങ്ങൾ സബലീകരിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ എൽത്താരയിൽ പങ്കുവെച്ചത്. സഹോദരി ആദ്യം സൂചിപ്പിച്ചത് ജോലി സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമായിരുന്നു. അത് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന് ഉടമ്പടിയെടുത്ത ആദ്യ നാളുകളിൽ തന്നെ ആ ജോലി സ്ഥിരപ്പെടുകയും സുരക്ഷിതമായ ജോലിയെടുത്ത് മുന്നോട്ട് പോകുവാൻ അമ്മ വഴിതെളിച്ച് കൊടുക്കുകയും ചെയ്തു. രണ്ടാമത്തത് വീടിനകത്തുണ്ടായിരുന്ന കഷ്ടതകളായിരുന്നു. അത് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് ഒരാളെപ്പോലും വീടിനകത്തേക്ക് കയറ്റാൻ പറ്റാത്തത്ര കണ്ണീരും ഇൽഫീലിങ്ങോടുകൂടി ജീവിതം മുന്നോട്ട് പോയ സാഹചര്യങ്ങൾ, അവിടെയും പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ ഇടപെടലും സഹായവും ഒരു പുതിയ ഭവനത്തെക്കുറിച്ചുള്ള ആലോചനയിലേക്കും അതിന് സാമ്പത്തികമായ കാര്യങ്ങൾ അവിശ്വസനീയമാം അമ്മ മാതാവ് ഇടപെട്ട് ഈശോ ക്രമീകരിച്ച് നൽകി 1600 സ്ക്വയർ ഫീറ്റുള്ള വീട് പൂർത്തീകരിച്ചെടുക്കുവാൻ അമ്മ അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും ദൈവകരം പിടിച്ചുകൊണ്ട് ദൈവികമായ സംരക്ഷണയിൽ വലിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ്. നമ്മൾ അമ്മ മാതാവിനോട് ചേർന്ന് ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും മറ്റെന്തിനേക്കാൾ ഉപരി ഹൃദയശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാനും തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലേക്കും എന്തൊക്കെയാണോ അനിവാര്യമായിട്ടുള്ളത് ആ മേഖലകളെ തുറന്നു തരുന്ന ഒരമ്മ മാതാവിനെയും അതിനെ ആശീർവദിക്കുന്ന ഈശോ തമ്പുരാനെയും നമുക്ക് കാണാനാവും. അതിൻ്റെ ജീവസുറ്റ അനുഭവങ്ങളാണ് ഓരോരുത്തരും ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. കണ്ണീരോടെ വരും, തകർന്നു വരും, പരാജയങ്ങളുടെ കെട്ടുപാഠവുമായി വരും. പക്ഷേ അമ്മയെ കണ്ടുമുട്ടി അമ്മയുടെ സ്നേഹമാർജിച്ച് അമ്മയ്ക്ക് വിശ്വസിക്കുവാനാവുന്നൊരു ജീവിതം നമ്മുടെ ചുരുങ്ങിയ കാലം കൊണ്ട് നാം ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അമ്മ മാതാവ് എടുത്തുയർത്തുന്ന ഈശോ അനുഗ്രഹിച്ച് സംരക്ഷിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഭാഗമാകും, ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഉടമയാകും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ എൽത്താരയിൽ പറയുന്നത്. ജോലി സ്ഥിരതയിലൂടെയും പുതിയ ഭവനത്തിൻ്റെ നിർമ്മിതിയിലൂടെയും ആ കുടുംബത്തിന് എന്തൊക്കെയായിരുന്നോ ഈ നാളുകളിൽ ഒരിക്കലും സാധിക്കാൻ പറ്റില്ലെന്ന് കരുതിയ വിഷയങ്ങൾ അതിന്മേൽ ദൈവം ഇടപെട്ടത്. അത് നമ്മൾ വിശ്വാസത്തോടെ പ്രയോഗിക്കുന്ന ഉടമ്പടി നേർച്ച വസ്തുക്കൾ ദൈവത്തിൻ്റെ വലിയ ചാലക ശക്തികളായി പ്രവർത്തിക്കുന്നത്
കാണുവാനാവും. ലോൺ എടുക്കുവാൻ പോകുമ്പോൾ, ഭവന നിർമ്മാണം തുടങ്ങുമ്പോൾ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചുവെന്ന് സഹോദരി പറയുമ്പോൾ, ഞാനിത് എൻ്റെ കഴിവിലല്ല, എൻ്റെ കരത്തിലുള്ള പണത്തിനുമല്ല, ദൈവമേ നിന്നിൽ മാത്രം, നിന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ നേർച്ച വസ്തു ഉപയോഗിക്കുമ്പോൾ ഇതിന് ഈ തുടക്കം മുതൽ ഒടുക്കം വരെ വന്നു ചേരാവുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ഇല്ലായ്മകളെയും ദൈവശക്തിയാൽ നീങ്ങിപ്പോകണമെന്ന ആഗ്രഹത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ് ഈ നേർച്ച വസ്തുക്കൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അത് എങ്ങനെ സഫലമായെന്ന് വാക്കുകളിലൂടെ സഹോദരി സാക്ഷ്യപ്പെടുത്തി. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.